ഇലക്ഷൻസ് ബിഫോർ ടി എൻ ശേഷൻ ആൻഡ് ഇലക്ഷൻസ് ആഫ്റ്റർ ടി എൻ ശേഷൻ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഈ നടപടിക്രമങ്ങൾ, സർക്കാർ നടപടിക്രമങ്ങൾ ശ്രീ എൻ പ്രശാന്തിൻ്റെ ഇടപെടലിന് മുൻപും ശേഷമെന്ന് അല്ല, അങ്ങനെ എനിക്ക് മെഗലോമാനിയൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തോ സംഭവം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ റൂൾസും നിയമങ്ങളും ഒക്കെ ഇപ്പോൾ ആസ് എ ലോ ഗ്രാജുവേറ്റ് കുറച്ച് ഒബ്സഷൻ ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളും. പക്ഷേ ലീഗൽ ഇല്ലിറ്ററസി എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ലീഗൽ ഇല്ലിറ്ററസി എന്ന് ഞാൻ പറയാൻ കാരണം, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എല്ലാവരും പറയും, ഘോരഘോരം പറയും, കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മാനിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നു, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇത് പലരും വായിക്കാറില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നോ ഹയറാർക്കി ഓഫ് ലോ എന്താണെന്നോ പലർക്കും ഹയറാർക്കി ഓഫ് ലോ മനസ്സിലാവാത്തതാണ് ഏറ്റവും കഷ്ടം. കാരണം നമ്മുടെ ഈ സിസ്റ്റം മുഴുവനും നിലനിൽക്കുന്നത് ഭരണഘടനയുടെ ബേസിസിലാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ, അതിൻ്റെ കീഴിലാണ് പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലിയോ പാസ്സാക്കുന്ന നിയമങ്ങൾ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചേ പറ്റുള്ളൂ. ഇനി ഈ നിയമങ്ങളനുസരിച്ചാണ് അതിൻ്റെ താഴെ റൂൾ ഉണ്ടാക്കുന്നത്. റൂളും അനുസരിച്ച് മാത്രമേ സർക്കാർ ഉത്തരവുകളോ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളോ എടുക്കാൻ പറ്റുള്ളൂ.